ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധത്തിന് പുതിയ ദിശ നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ പര്യടനം. ഉജ്ജ്വല സ്വീകരണവും നിർണായക കരാറുകളും പ്രതിഷേധങ്ങളും കൊണ്ട് വൻ ശ്രദ്ധ നേടി പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഓസ്ട്രേലിയയിൽ നിന്നും സംഗീത ഗോപിനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓസ്ട്രേലിയ സന്ദർശനത്തിന്റെ ഭാഗമായി മെൽബണിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക നേതൃസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന നിരവധി സുപ്രധാന തീരുമാനങ്ങൾ യോഗത്തിൽ കൈക്കൊണ്ടു. തുടർന്ന് മെൽബണിലെ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും ചേർന്ന് നിർവഹിച്ചു. വിക്ടോറിയയിലും തെക്കൻ ഓസ്ട്രേലിയയിലും ഇന്ത്യൻ സമൂഹത്തിന് കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും കോൺസുലർ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് പുതിയ കോൺസുലേറ്റിന്റെ ലക്ഷ്യം. മെൽബണിലെ മാർവൽ സ്റ്റേഡിയത്തിൽ നടന്ന മെൽബൺ മീറ്റ്സ് മോദി പരിപാടിയിൽ ആയിരക്കണക്കിന് പ്രവാസി ഇന്ത്യക്കാർ പങ്കെടുത്തു. ഇന്ത്യൻ പതാകകളുമായി എത്തിയ ജനക്കൂട്ടം മുദ്രാവാക്യങ്ങൾ ഉയർത്തിയും സാംസ്കാരിക പരിപാടികളോടെയും പ്രധാനമന്ത്രിയെ വരവേറ്റു. ചടങ്ങിൽ സംസാരിച്ച മോദി ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും ലോകത്തിലെ ആദ്യ 3 സാമ്പത്തിക ശക്തികളിലൊന്നായി ഇന്ത്യയെ ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും പറഞ്ഞു. ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന യഥാർത്ഥ പാലമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സന്ദർശനത്തിനിടെ പ്രതിരോധം, വ്യാപാരം, നിർണായക ധാതുക്കൾ, ശുദ്ധ ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ മേഖലകളിലെ സഹകരണം കൂടുതൽ വിപുലപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി. ഇന്ത്യയുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട വിലമതിക്കാനാവാത്ത പുരാവസ്തുക്കൾ ഇന്ത്യക്ക് തിരികെ കൈമാറുമെന്ന് ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചതും സന്ദർശനത്തിലെ പ്രധാന നേട്ടമായി. അതേസമയം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് മെൽബണിൽ ഗോ ബാക്ക് മോദി മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധ റാലിയും നടന്നു. മനുഷ്യാവകാശ പ്രവർത്തകരും ഖാലിസ്ഥാൻ അനുകൂല സംഘടനകളും ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രകടനം നടത്തി. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലും എല്ലാ ഔദ്യോഗിക പരിപാടികളും മെൽബൺ മീറ്റ്സ് മോദി സമൂഹ സംഗമം സമാധാനപരമായി തന്നെ പൂർത്തിയായി. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നയതന്ത്ര, സാമ്പത്തിക, ജനകീയ ബന്ധങ്ങൾക്ക് പുതിയ കരുത്ത് പകരുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനമെന്നാണ് വിലയിരുത്തൽ. സംഗീത ഗോപിനാഥ്, 24 ഓസ്ട്രേലിയ.